ഹലോ ഗൈസ്, ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ തന്നെ ഈ ഷാജഹാനും നിഷാനും ഇവർ തമ്മിലുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ട് തന്നെയാണ് ഫുള്ളായിട്ടും റീൽസിലായിട്ടും എല്ലാത്തിലും സ്റ്റോറി ആയിട്ട് അങ്ങനെ എല്ലാത്തിലും ഈ ഒരു വിഷയം തന്നെയാണ് എടുത്തിടുന്നത്. ശരിക്കും ഇവർക്കൊക്കെ ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ നുണക്കഥകൾ ഇങ്ങനെ പടച്ചു വിടുന്നത് എന്ത് കാര്യത്തിനാണ്? അത് പിന്നീട് ഈ മതത്തിൻ്റെ അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് പിന്നെ അത് ആൾക്കാരെ കൊണ്ട് ഈ തമ്മിത്തല്ലും ഈ ഓരോരോ തെറിവിളിയും അതും ഇതൊക്കെ എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? നിങ്ങൾക്ക് തന്നെ തോന്നണില്ലേ ഇതൊക്കെ? എന്നിട്ട് ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അദ്ദേഹത്തെ പോലെ ചെയ്യുക. വണ്ടിയുടെ ഇത് മിറർ ഗ്ലാസ് തല്ലി പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് അതൊരു പ്രശ്നമൊക്കെ, അത് ആരാന്ന് അറിയില്ല. അങ്ങനത്തെ കുറേ നുണക്കഥകൾ ഉണ്ടാക്കുക. അതിൻ്റെ ശേഷം ആളെ കിട്ടി, ആളെ തല്ലി വിട്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ. ഇതൊക്കെ ആൾക്കാർ പൊട്ടന്മാരല്ല. നിങ്ങൾ പറയുന്ന എല്ലാ കഥ ഇങ്ങനെ ഇരുന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വയറ് നിറച്ച് കിട്ടിയില്ലേ? ഇപ്പോൾ ഇതൊക്കെ നുണക്കഥയെന്ന് എല്ലാവർക്കും മനസ്സിലായി. നിനക്ക് ഷാജഹാൻ്റെ ഒപ്പം ചേരണമെങ്കിൽ അവനോട് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് വീഡിയോ ചെയ്താൽ പോരെ? അതിന് നുണക്കഥകൾ ഉണ്ടാക്കി അവരുടെ നെഗറ്റീവ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാം കൂടിയിട്ട് ഇപ്പം നല്ല പോസിറ്റീവ് ആയല്ലോ നിങ്ങൾക്ക്. ഇപ്പം എന്തെന്ന് പറയുക, കൂടുതൽ നാണം കെട്ടതിൻ്റെ കൂടുതൽ നാണം കെടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, ഇപ്പോൾ കാണുകയും ചെയ്തു. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കളിക്കണതാണ് ഈ മണവാളൻ. ഈ മണവാളിനെ കിട്ടിയതൊന്നും പോരാ തോന്നുന്നുണ്ട്. ഒരു നാണവും മാനന്തോ ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഈകളിലായിട്ടുള്ള പ്രശ്നം തീർന്നു വരുന്നുള്ളൂ. വീണ്ടും ഈ ഈകളിൽ പോയിട്ട് ചൊറിയാൻ നിൽക്കുക. അതേപോലെ തന്നെ MMA ഫൈറ്ററാന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങുക. ശരിക്കുള്ള ഒരു അടി കിട്ടി കഴിഞ്ഞാൽ അവിടെ കിടക്കും മണവാളൻ. അതിനുള്ളതുള്ളൂ. ഈ ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ റീച്ചാവും. ശരിയാണ്, വ്യൂസ് കൂടും നിങ്ങൾക്ക് എന്ന് വെച്ചിട്ട് ഇമാതിരി ചീപ്പ് പരിപാടി കാണിച്ചിട്ട് കുറേ ട്രോളും കാര്യങ്ങളും അതേപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോ ഇതൊക്കെ കിട്ടിയിട്ട് ഒരു നാണമില്ലാത്തൊരു മണവാളെന്ന് വെച്ചാൽ വല്ലാത്തൊരു മണവാളനായി പോയിട്ടു. എന്തായാലും കൊള്ളാം. എന്തായാലും ഇപ്പോൾ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി എന്തെങ്കിലും വല്ല സ്റ്റോറി എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെ കണ്ടൻറ് ഇടുക. ഞാൻ പിരിഞ്ഞു, ഇതേപോലെ തന്നെ എനിക്ക് അവനായിട്ട് അവിഹിതം, മറ്റത് മറിച്ചത്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നിങ്ങളത്. ഇപ്പോൾ തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂസ് തീർന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇതാ വീണ്ടും ഒരു കുത്തിപ്പൊക്കൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഓരോരോ വള്ളിയും പിടിച്ചിട്ട് വരുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് ഇമേജ് മാറണമെങ്കിൽ നിങ്ങൾ അതേപോലെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടും ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നെഗറ്റീവ് മാറ്റുക. താൻ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വേണ്ട. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പാകം നാണം കെട്ടിട്ടിരിക്കുന്ന സീനല്ലേ ഷാജഹാന്. നിങ്ങൾക്ക് ഇത്രയും പ്രായമല്ലേ നിങ്ങൾക്ക്, എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നിൽക്കുന്നു? നിങ്ങളൊക്കെ കാരണം ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ. എന്തായാലും എനിക്ക് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനത്തെ കുറേ പേര് ഇതേപോലെ തന്നെ റീച്ചിന് വേണ്ടിയിട്ട് കുറേ സ്റ്റോറീസും കാര്യങ്ങളും കണ്ടൻറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ചോപ്പല്ല. ഇത് ഭയങ്കര ഓവറായിട്ട് നിഷാനെ ആദ്യം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ വന്നു. പിന്നെ പറഞ്ഞ് ആ കാർ ഇതാക്കിയ ആളെ കിട്ടി. ആരാ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഇതാണ്, എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.